ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഒരു സിംഗിൾ ലൈൻ ഡയഗ്രം തന്നിട്ടുണ്ട്. അതിൻ്റെ കറസ്പോണ്ടിങ് റിയാക്റ്റൻസ് ഡയഗ്രം വരയ്ക്കുക എന്നുള്ളതാണ് പ്രോബ്ലം. അപ്പോൾ ഇത് ഫിഗർ തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറേ ഡിസ്ക്രിപ്ഷനും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഫിഗർ എന്നുള്ള കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഒരു ജനറേറ്റർ ഉണ്ട്, ദാറ്റ് സപ്ലൈസ് 2 മോട്ടോഴ്സ്. അപ്പോൾ അതർ എൻഡിൽ 2 മോട്ടോഴ്സ് ഉണ്ട് ത്രൂ ട്രാൻസ്ഫോമേഴ്സ് T1 ആൻഡ് T2 and they are connected with a transmission line. ആ ട്രാൻസ്മിഷൻ ലൈനും കാണിച്ചിട്ടുണ്ട്. പിന്നെ കാണിച്ചേക്കുന്നത് എന്താണ്, അതിൻ്റെയൊക്കെ സ്പെസിഫിക്കേഷൻസ് ആണ്. അപ്പോൾ അതൊക്കെ ക്വസ്റ്റ്യനിൽ പറയുന്നതാണ്. നമ്മൾ അതിൽ നിന്ന് സിംഗിൾ ലൈൻ ഡയഗ്രം വരച്ചിട്ട് ഇതേപോലെ സ്പെസിഫിക്കേഷൻസ് കറസ്പോണ്ടിങ് സിമ്പലിൻ്റെ മുകളിൽ എടുത്തെഴുതുക. ജനറേറ്ററിന് MVAയും അതിൻ്റെ വോൾട്ടേജും അതിൻ്റെ റിയാക്റ്റൻസ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. പെർസെൻറ്റേജ് അല്ലെങ്കിൽ പെർ യൂണിറ്റിലായിരിക്കും തരുന്നത്. അതേപോലെ T1 തന്നിട്ടുണ്ട്, T2 തന്നിട്ടുണ്ട്, 2 മോട്ടറിൻ്റെ തന്നിട്ടുണ്ട്. ട്രാൻസ്മിഷൻ ലൈൻ്റെത് ഓംസിലാണ് തന്നേക്കുന്നത്, അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ T2 എന്ന് പറയുന്നത് 3 സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമേഴ്സ് കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ T1 എന്ന് പറയുന്നത് എക്സാക്ട്ലി ഒരു 3 ഫേസ് ട്രാൻസ്ഫോമർ തന്നെയാണ്. അപ്പോൾ ഇത്രയും ഒക്കെ കാര്യങ്ങളാണ് ക്വസ്റ്റ്യനിൽ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നത്. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, റിയാക്റ്റൻസ് ഡയഗ്രം വരയ്ക്കാനുള്ള സ്റ്റെപ്സ് നിങ്ങൾ നോക്കിയാൽ മതി. അതിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ആദ്യം ബേസ് MVAയും ബേസ് KVയും സെറ്റ് ചെയ്യണം. ആ സ്റ്റെപ്സ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. ആദ്യം നമ്മൾ ബേസ് MVA ബേസ് KV സെറ്റ് ചെയ്യുക. എന്നിട്ട് ഓരോ കമ്പോണൻസിൻ്റെയും റിയാക്റ്റൻസ് എടുക്കുക. പഴയ ബേസിൽ നിന്ന് പുതിയ ബേസിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുക. ദെൻ കറസ്പോണ്ടിങ് റിയാക്റ്റൻസ് ഡയഗ്രാം വരച്ചിട്ട് അതിൽ മാർക്ക് ചെയ്യുക. ഇത്രയേ ഉള്ളൂ ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ബേസ് MVA ആൻഡ് ബേസ് KV ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അതിൽ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാത്തൊരു കാര്യം ബേസ് MVA ആണ്. ബേസ് MVA നമ്മൾ ഒരിക്കൽ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റയർ സിസ്റ്റത്തിനും സെയിം വാല്യൂ തന്നെ ആയിരിക്കും. പിന്നീട് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്, കൺസിഡർ ജനറേറ്റർ റേറ്റിംഗ് ആസ് ബേസ് വാല്യൂസ് എന്ന്. അതായത് ഇവിടെ ജനറേറ്റർ തന്നിട്ടുണ്ട്, ഇതിൻ്റെ റേറ്റിംഗ്സ് ആണ് ബേസ് KV ആൻഡ് ബേസ് MVA ആയിട്ട് എടുക്കാനുള്ളത് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ പറയണം എന്നില്ല, പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. എപ്പോഴും ഫസ്റ്റ് കമ്പോണൻ്റ് അത് ജനറേറ്റർ ആയിരിക്കും. ജനറേറ്ററിൻ്റെ തന്നെ ബേസ് ആയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. ക്വസ്റ്റ്യനിൽ വേറെ ഒന്നും സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് ജനറേറ്ററിൻ്റെ സ്പെസിഫിക്കേഷൻ ആണ് ബേസ് ആയിട്ട് എടുക്കേണ്ടത്. സോ നമ്മൾ എടുക്കുക, ഫസ്റ്റ് പോയിന്റ് എഴുതുക, ബേസ് MVA. ബേസ് MVA എന്ന് പറയുന്നത് ജനറേറ്ററിൻ്റെ MVA, ദാറ്റ് ഈസ് 90 MVA. അത് എഴുതി കഴിഞ്ഞു. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബേസ് KV ആണ്. ബേസ് KV എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പോലെ ജനറേറ്ററിൻ്റെ KV തന്നെയാണ് ബേസ് KV ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ബേസ് KV നോക്കുകയാണെങ്കിൽ ബേസ് KV ഈസ് ഈക്വൽ ടു ജനറേറ്ററിൻ്റെത് 11 KV ആണ്. സോ 11 KV എന്ന് എഴുതാം. പക്ഷെ ബേസ് KVയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ ഒരു ബേസ് KV ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹോൾ സിസ്റ്റത്തിനും സെയിം ആവണമെന്നില്ല. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, അതിലെവിടെയെങ്കിലും ട്രാൻസ്ഫോമർ വരുമ്പോഴാണ് അതിന് ചേഞ്ച് ഉണ്ടാകുന്നത്. ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് വോൾട്ടേജിന് വേരിയേഷൻ ഉണ്ടാക്കുന്ന ഡിവൈസാണ്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് ബേസ് KVയിലും ചേഞ്ചസ് വരും. അപ്പോൾ നമ്മൾ 11 KV ആണ് നമ്മൾ ആദ്യം ബേസ് ആയിട്ട് എടുത്തതെങ്കിൽ, നിങ്ങൾ നോക്കുക, ആദ്യത്തെ ട്രാൻസ്ഫോമർ വരുന്നത് വരെ നമുക്ക് ആ ബേസ് KV കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഇവിടം തൊട്ട് ഈ ജനറേറ്റർ തൊട്ട് ട്രാൻസ്ഫോമർ 1 ഇവിടം വരെ നമുക്ക് ബേസ് KV ഈസ് ഈക്വൽ ടു 11 KV എന്ന് എടുക്കാൻ പറ്റും. പക്ഷേ ട്രാൻസ്ഫോമർ 1 ശേഷം നോക്കുക, ട്രാൻസ്ഫോമർ 1 വന്നു കഴിഞ്ഞാൽ നമുക്ക് പുതിയ ബേസ് KV ഡിപ്പെൻഡിങ് ഓൺ ദിസ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ഓഫ് ട്രാൻസ്ഫോമർ 1. അപ്പോൾ ഈ ബേസ് KVനെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ അതായത് V2/V1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതാണ് അതിനുശേഷം വരുന്ന ബേസ് KV. ആ ബേസ് KV തന്നെയായിരിക്കും എവിടം വരെ പോകുന്നത്, അടുത്ത ട്രാൻസ്ഫോമർ വരുന്നവരെ. സോ ഇവിടം തൊട്ട് ഇവിടം വരെ അടുത്ത ബേസ് KV എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു പ്രീവിയസ് ബേസ് KV 11 ഇൻറ്റു ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ 132/10 കിട്ടുന്നത് 145.2 ആണ്.
അതാണ് ആ ഒരു സെക്ഷൻ്റെ ബേസ് കെ വി. ഇനി ആ ബേസ് കെ വി തന്നെയാണ് ഇവിടം വരെയും വരുന്നത്. പക്ഷെ അതിനുശേഷം വീണ്ടും ഒരു ട്രാൻസ്ഫോമർ വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? പുതിയ ബേസ് കെ വി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ എവിടേക്കാണ് ട്രാൻസ്ഫോമർ വരുന്നത് അതിനുശേഷം അതിൻ്റെ സെക്കൻഡറിയിൽ പുതിയ ബേസ് കെ വിസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത സെക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ തൊട്ട് മോട്ടറിൻ്റെ എൻഡ് വരെ, അതായത് സിസ്റ്റം എൻഡ് ചെയ്യുന്നത് വരെ. കാരണം പിന്നെ ഒരു ട്രാൻസ്ഫോമർ വരുന്നില്ല. സോ അതുകൊണ്ട് ഇവിടം തൊട്ട് ഇവിടം വരെ ബേസ് കെ വി ഈസ് ഈക്വൽ ടു പ്രീവിയസ് ബേസ് കെ വി എത്രയാണോ 145.2 ആണ്. സോ അതേ ഇൻറ്റു ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ. ഇവിടുത്തെ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് അതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ 66/10 kV ആണ്. പക്ഷേ ഇത് സിംഗിൾ ഫേസിനെ 3 ടൈംസ് എടുത്തേക്കുന്നതായതുകൊണ്ട് ഇവിടെ ഒരു കറക്ഷൻ വേണ്ടി വരും. സോ ആ കിട്ടുന്ന വാല്യൂ അത് പിന്നീട് പറയാം. ആ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 12.7 kV ആണ്. അപ്പോൾ നമുക്ക് 3 ബേസ് കെ വിസ് ഉണ്ട്. 11 kV, 145.2 kV ആൻഡ് 12.7 kV. അപ്പോൾ ഒരു ബേസ് എം വിയും 3 ബേസ് കെ വി ആണ് ഈ ഒരു സിസ്റ്റത്തിൽ വരുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ട്രാൻസ്ഫോമർ വരുന്നതിനനുസരിച്ച് ബേസ് കെ വി ചേഞ്ച് ചെയ്യുക. എങ്ങനെയാണ് ചേഞ്ച് ചെയ്യേണ്ടത്? അതുവരെ ഉണ്ടായിരുന്ന ബേസ് കെ വി എത്ര ആണോ അതിനെ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. V2/V1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് അപ്പുറത്തോട്ട് പോകുന്നത്. അത് കഴിഞ്ഞ് അടുത്ത ട്രാൻസ്ഫോമർ വരുന്ന വഴി ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു ജനറേറ്ററോ മോട്ടറോ ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം ബേസ് കെ വി ഈ വാല്യൂ ആയിരിക്കും. അതിനുശേഷം വരുന്ന എല്ലാ കമ്പണൻസിൻ്റെ ബേസ് വാല്യൂ ബേസ് കെ വി എന്ന് പറയുന്നത് ഇതായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഈ മോട്ടറിൻ്റെ ആണ് ഇമ്പിഡൻസ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഓൾഡ് ബേസ് ഡിവൈഡ് ബൈ ന്യൂ ബേസ് എന്നൊക്കെ പറഞ്ഞ് എടുക്കുമല്ലോ. അപ്പോൾ അവിടുത്തെ ഓൾഡ് ബേസ് എന്ന് പറയുന്നത് അതിൻ്റെ തന്നെ വോൾട്ടേജ് ആണ്. ന്യൂ ബേസ് എന്ന് പറയുന്നത് ഈ 12.7 ആണ് എടുക്കേണ്ടത്, അല്ലാതെ 11 kV 145 അല്ല. അതേപോലെ ട്രാൻസ്മിഷൻ ലൈനാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ഈ വാല്യൂ ആണ് എടുക്കേണ്ടത്, അല്ലാതെ 11 kV അല്ല. അപ്പോൾ അതാത് സെക്ഷനിലെ കെ വിസ് നമ്മൾ സെക്ഷൻ വൈസ് കാൽക്കുലേറ്റ് ചെയ്യണം. സെക്ഷൻ തിരിക്കുന്നത് എങ്ങനെയാണ്? ട്രാൻസ്ഫോമേഴ്സ് വരുന്നതിനനുസരിച്ചാണ് സെക്ഷൻ തിരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ബേസ് എം വി എഴുതി. ബേസ് കെ വി ഫോർ ജനറേറ്റർ അല്ലെങ്കിൽ സെക്ഷൻ 1 എന്ന് എഴുതാം. ബേസ് കെ വി ഫോർ സെക്ഷൻ 1 അതാണ് 11 kV. ഇനി ബേസ് കെ വി ഫോർ സെക്ഷൻ 2 നമ്മൾ ഓൾറെഡി ചെയ്തു. 11 × 132/10 that is equal to 145.2 kV. അപ്പോൾ സെക്കൻഡ് സെക്ഷൻ്റെ ബേസ് കെ വി കിട്ടി. തേർഡ് സെക്ഷൻ്റെ എന്ന് പറയുമ്പോൾ ബേസ് കെ വി ഫോർ സെക്ഷൻ 3 is equal to 145.2 ഇൻറ്റു ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ഞാൻ പറഞ്ഞു. ഇവിടുത്തെ V2/V1 എന്ന് പറയുന്നത് 10/66 ആണ്. പക്ഷേ ഇത് നമ്മൾ ട്രാൻസ്ഫോമർ ഏതാണ്? സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറിനെയാണ് നമ്മൾ 3 ഫേസ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ തന്നേക്കുന്ന സ്പെസിഫിക്കേഷൻസ് ഒക്കെ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറിൻ്റെ സ്പെസിഫിക്കേഷൻ ആണ്. അപ്പോൾ ഈ വോൾട്ടേജും സിംഗിൾ ഫേസിൻ്റെ വോൾട്ടേജ് ആണ്. ഇനി നോക്കുക ട്രാൻസ്ഫോമറിൻ്റെ കണക്ഷൻ. പ്രൈമറി സ്റ്റാർ കണക്റ്റഡ് ആൻഡ് സെക്കൻഡറി ഡെൽറ്റ കണക്റ്റഡ്. അപ്പോൾ നമുക്കൊരു കേസ് അറിയാം. പ്രൈമറിയുടെ കേസിൽ സ്റ്റാർ കണക്ഷൻ ആണെങ്കിൽ VL is equal to √3 × Vp ആണ്. അതേപോലെ ഡെൽറ്റ ആണെങ്കിൽ VL is equal to Vp തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റാർ സൈഡിൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ 66 എന്ന് പറയുന്നത് ഫേസ് വോൾട്ടേജ് ആണ്. അതിനെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് ലൈൻ വോൾട്ടേജ് ആയിട്ട് കിട്ടുള്ളൂ. നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് വോൾട്ടേജസ് ഒക്കെ നമ്മൾ ലൈൻ വോൾട്ടേജാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ സിംഗിൾ ഫേസ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടെ നമുക്ക് ഫേസ് വോൾട്ടേജ് കിട്ടിയേക്കുന്നത്. സോ ആ ഫേസ് വോൾട്ടേജിനെ നമ്മൾ ലൈൻ വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനാണ് അവിടെ 66നെ നമ്മൾ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഈ 10നെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടാത്തതിൻ്റെ കാര്യം അത് ഡെൽറ്റ കണക്ഷനാണ്. ഡെൽറ്റ കണക്ഷന് VLഉം VPയും സെയിം ആണ്. അതുകൊണ്ട് 10 അതേപോലെ എഴുതാം. ബൈ 66ന് പകരം 66 ഇൻറ്റു ഒരു √3 കൂടെ കൊടുക്കണം, എങ്കിലേ അത് VL ആയിട്ട് മാറുള്ളൂ. സോ അത് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 145.2 × 10 ഇതിൻ്റെ വാല്യൂ
114.3 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 12.7 kV. സോ അതാണ് 3 ബേസ് വോൾട്ടേജസ്, 11 kV, 145.2 kV, 12.7 kV. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആൻഡ് യൂസിങ് ദീസ് ബേസ് വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ കമ്പോണൻസിൻ്റെയും റിയാക്റ്റൻസ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്തിൻ്റെയൊക്കെയാണ് റിയാക്റ്റൻസ് നോക്കുക. ജനറേറ്റർ G, T1, ട്രാൻസ്മിഷൻ ലൈൻ T2, M1, M2. അപ്പോൾ ഇത്രയും 2, 4, 6 റിയാക്റ്റൻസ് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ അതിൻ്റെ റിയാക്റ്റൻസ് ഡയഗ്രാം വരച്ച് അതിൽ മാർക്ക് ചെയ്യുക. അപ്പോൾ ആദ്യം ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് റിയാക്റ്റൻസ് ഓഫ് ജനറേറ്റർ. അതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണ്? നമ്മൾ നേരത്തെ പഠിച്ച ബേസ് ചേഞ്ച് ചെയ്യാനുള്ള ഇക്വേഷൻ. കാരണം എന്താണ്, ജനറേറ്ററിൻ്റെ ഇമ്പിഡൻസ് അല്ലെങ്കിൽ റിയാക്റ്റൻസ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് 0.25 ആണെന്നുള്ളത്. അപ്പോൾ അത് ZPU ഓൾഡ് ആണ്. ZPU ന്യൂ ഈസ് ഈക്വൽ ടു Z per unit old into MVA new by MVA old into KVB old by KVB new the whole square. ഇതാണ് നമുക്ക് ബേസ് ചേഞ്ച് ചെയ്യാനുള്ള ഇക്വേഷൻ. അപ്പോൾ ജനറേറ്ററിൻ്റെ കേസ് ആണെങ്കിൽ ZPU ന്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ZPU ഓൾഡ് ജനറേറ്ററിൻ്റെ കേസിൽ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 0.25 അല്ലെങ്കിൽ 25% ഇൻറ്റു MVA ന്യൂ എന്ന് പറയുന്നത് എല്ലാ കമ്പോണൻസിൻ്റെ കേസിലും സെയിം ആണ്. നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 90 MVA. സോ ഇവിടെ 90 വരും, ഡിവൈഡഡ് ബൈ MVA ഓൾഡ് MVA എന്ന് പറയുന്നത് ജനറേറ്ററിൻ്റെ തന്നേക്കുന്ന MVA, അതും 90 തന്നെയാണ്. സോ 90/90 ഇൻറ്റു ബേസ് KV ഓൾഡ് ജനറേറ്ററിൻ്റെ ബേസ് KV, ദാറ്റ് ഈസ് 11 ഡിവൈഡ് ബൈ ബേസ് KV ന്യൂ എന്ന് പറയുന്നത് ഈ ഒരു സെക്ഷനിൽ 11 kV തന്നെയാണ്. സോ അതും 11 വരും. ഹോൾ സ്ക്വയർ ഇടാൻ മറക്കരുത്. സോ ഇത് രണ്ടും സെയിം ആണ്, അതുകൊണ്ട് ചേഞ്ച് ഇല്ല. സെയിം ബേസ് ആയതുകൊണ്ട് സെയിം പെർ യൂണിറ്റ് വാല്യൂ തന്നെ കിട്ടും. അപ്പോൾ ജനറേറ്ററിൻ്റെ പെർ യൂണിറ്റ് ഇമ്പിഡൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ റിയാക്റ്റൻസ് എന്ന് പറയുന്നത് 0.25 പെർ യൂണിറ്റ് തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ സെക്കൻഡ് കണ്ടുപിടിക്കാനുള്ളത് ട്രാൻസ്ഫോമർ 1-ൻ്റെ ആണ്. റിയാക്റ്റൻസ് ഓഫ് T1, അതും ഇതേപോലെ തന്നെ സെയിം ഇക്വേഷൻ ആണ്. ZPU ന്യൂ ഈസ് ഈക്വൽ ടു ZPU ഓൾഡ് ഓഫ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് 6% ആണ്, ദാറ്റ് ഈസ് 0.06 ഇൻറ്റു MVA ന്യൂ ഇസ് 90 ഓൾവേസ്. MVA ഓൾഡ് എന്ന് പറയുന്നത് 100 ആണ്. ദെൻ KVB ഓൾഡ്, ബേസ് KV ഓൾഡ് എന്ന് പറയുന്നത് ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ നമുക്ക് ഒരു കൺഫ്യൂഷൻ വരും. KV പ്രൈമറി വോൾട്ടേജ് ഉണ്ട്, സെക്കൻഡറി വോൾട്ടേജ് ഉണ്ട്. അതിൽ നമുക്ക് 10 എടുക്കാം, ഇവിടെ 10 എടുക്കാം, 132 എടുക്കാം. അപ്പോൾ അതിൽ ഏത് എടുക്കുന്ന ഒരു കൺഫ്യൂഷൻ വരും. അപ്പോൾ അവിടെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഒന്നുകിൽ 10 എടുക്കാം, അല്ലെങ്കിൽ 132 എടുക്കാം. നിങ്ങൾ ബേസ് KV ഓൾഡ് ആയിട്ട് 10 ആണ് എടുക്കുന്നതെങ്കിൽ അത് പ്രൈമറി വോൾട്ടേജ് ആണ്. സോ പ്രൈമറി സൈഡ് ഇവിടെയാണ് വരുന്നത്. അവിടുത്തെ ബേസ് KV ന്യൂ എടുക്കുക, ന്യൂ വാല്യൂ ആയിട്ട്, അതായത് 11 kV ആണ് ബേസ് KV ന്യൂ ആയിട്ട് എടുക്കേണ്ടത്. ഇനി നിങ്ങൾ ഓൾഡ് ബേസ് KV ആയിട്ട് 132 എടുക്കുകയാണെങ്കിൽ അത് സെക്കൻഡറി സൈഡാണ്. സോ അവിടുത്തെ ബേസ് KV ന്യൂ എന്ന് പറയുന്നത് 145.2 ആണ്. അപ്പോൾ അങ്ങനെ എടുക്കുക, പെയർ ചെയ്തെടുക്കുക, ഓപ്പോസിറ്റ് ആയിട്ട് എടുക്കരുത്. അതായത് നിങ്ങൾ ഓൾഡ് ബേസ് KV 132 ന്യൂ ബേസ് KV 11 kV ആയിട്ട് എടുത്താൽ അത് തെറ്റായിരിക്കും. അതേപോലെ ഇതും കൂടെ എടുത്താൽ തെറ്റായിരിക്കും. 10 എടുത്താൽ 11 എടുക്കുക, ഓൾഡ് 132 എടുത്താൽ ന്യൂ 145 എടുക്കുക. സോ ഏത് വാല്യൂ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇപ്പോൾ ഈസി ആയിട്ടുള്ള വാല്യൂ 10ഉം 11ഉം ആയതുകൊണ്ട് നമുക്ക് ബേസ് KV ഓൾഡ് 10 കൊടുക്കാം, ബേസ് KV ന്യൂ എന്ന് പറയുന്നത് അവിടുത്തെ ബേസ് KV 11 ആയിട്ട് കൊടുക്കാം, ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ വാല്യൂ കിട്ടുന്നത് 0.0446 പെർ യൂണിറ്റ് എന്നാണ്, അല്ലെങ്കിൽ 4.46%.
ഇതാണ് ട്രാൻസ്ഫോമർ 1ന്റെ റിയാക്റ്റൻസ് ആയിട്ട് കിട്ടുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് ട്രാൻസ്ഫോമർ 2ന്റെ കാൽക്കുലേറ്റ് ചെയ്യാം. റിയാക്റ്റൻസ് ഓഫ് T2. ഇപ്പോൾ ട്രാൻസ്ഫോമർ 2ന്റെ കേസിലും ZPU ന്യൂ ഇസ് ഈക്വൽ ടു ZPU ഓൾഡ്. ട്രാൻസ്ഫോമറിന്റെ ഓൾഡ് വാല്യൂ 5% ആണ്, ദാറ്റ് ഈസ് 0.05 ഇൻറ്റു ബേസ് കെ വി ന്യൂ 90 ആണ്, അത് ഫിക്സഡ് വാല്യൂ ആണ്. ബേസ് കെ വി ഓൾഡ് എന്ന് പറയുന്നത് ഇവിടെ 30 MVA ആണ്, പക്ഷേ ഇത് സിംഗിൾ ഫേസിന്റെ വാല്യൂ ആണ് 30 MVA. 3 ഫേസ് ആകുമ്പോൾ 30 + 30 + 30 ദാറ്റ് ഈസ് 90 MVA ആണ് നമുക്ക് എടുക്കേണ്ടത്. ദാറ്റ് ഈസ് 3 × 30 ആണ്. ടോട്ടൽ 90 MVA കിട്ടും. ഇനി ബേസ് കെ വി ഓൾഡ് എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ഒരു സൈഡിന്റെ എടുക്കാം, പ്രൈമറി ഓർ സെക്കൻഡറി സൈഡ് നമുക്ക് എടുക്കാം. അതിൽ പ്രൈമറി വോൾട്ടേജ് എന്ന് പറയുന്നത് 66 × √3 ആണ്. സെക്കൻഡറി എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ നമുക്ക് കാൽക്കുലേഷൻ എളുപ്പം ചെറിയ വാല്യൂ ആയതുകൊണ്ട് സെക്കൻഡറി വോൾട്ടേജ് എടുക്കാം. ബേസ് കെ വി ഓൾഡ് എന്ന് പറയുന്നത് ഈ 10ഉം ബേസ് കെ വി ന്യൂ എന്ന് പറയുന്നത് അവിടുത്തെ ബേസ് കെ വി ആയ 12.7. അപ്പോൾ 10/12.7 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ആൻസർ കിട്ടുന്നത് T2ന്റെ വാല്യൂ 0.031 per unit അല്ലെങ്കിൽ 3.1%. അപ്പോൾ ജനറേറ്ററിന്റെ കിട്ടി, ട്രാൻസ്ഫോമറിന്റെ കിട്ടി, ട്രാൻസ്ഫോമർ 1ന്റെ കിട്ടി, ട്രാൻസ്ഫോമർ 2ന്റെ കിട്ടി. ഇതേപോലെ നമുക്ക് മോട്ടറിന്റെ എഴുതാം. M1 M2 റിയാക്റ്റൻസ് ഓഫ് M1 ZPU ന്യൂ ഇസ് ഈക്വൽ ടു മോട്ടറിന്റെ ഓൾഡ് റിയാക്റ്റൻസ് 20% ആണ്. സോ 0.2 ഇൻറ്റു MVA ഓൾഡ് ന്യൂ എന്ന് പറയുന്നത് 90 ആണ്, ഓൾഡ് എന്ന് പറയുന്നത് 50 ആണ്. സോ 90/50 ഇൻറ്റു ബേസ് കെ വി ഓൾഡ് 10 ആൻഡ് ബേസ് കെ വി ന്യൂ 12.7 ദ ഹോൾ സ്ക്വയർ. ആൻസർ കിട്ടുന്നത് 0.223 per unit. അതേപോലെ തന്നെ റിയാക്റ്റൻസ് ഓഫ് മോട്ടർ 2 ZPU ന്യൂ ഇസ് ഈക്വൽ ടു മോട്ടർ 2ന്റെ വാല്യൂ 0.2 തന്നെയാണ് ഇൻറ്റു MVA ന്യൂ 90, MVA ഓൾഡ് ഇവിടെ 40 ആണ് ഇൻറ്റു ബേസ് കെ വി ഓൾഡ് 10 ആണ്, ഇവിടെ 12.7 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0.229 per unit. അപ്പം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, ജനറേറ്ററിന്റെ കാൽക്കുലേറ്റ് ചെയ്തു, ട്രാൻസ്ഫോമർ 1 കിട്ടി, ട്രാൻസ്ഫോമർ 2 കിട്ടി, M1 കിട്ടി, M2 കിട്ടി. ഇനി ആകെ ബാക്കിയുള്ളത് ട്രാൻസ്മിഷൻ ലൈനിന്റെ കേസ് മാത്രമാണ്. അപ്പൊ ട്രാൻസ്മിഷൻ ലൈനിന്റെ കേസിൽ പ്രത്യേകം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇത്ര നേരം ചെയ്തതിന്റെ എല്ലാം ഓൾഡ് ഇമ്പിഡൻസ് വാല്യൂസ് തന്നിട്ടുണ്ട്. ഇത്ര പെർസെൻറ്റേജ് എന്നുള്ളത് ജനറേറ്ററിന് തന്നിട്ടുണ്ട്, ട്രാൻസ്ഫോമർ 1-ലുണ്ട്, ട്രാൻസ്ഫോമർ 2-ലുണ്ട്, മോട്ടറിന് തന്നിട്ടുണ്ട്, മോട്ടർ 2-ന് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ന്യൂ വാല്യൂസ് ഈ ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. പക്ഷേ ട്രാൻസ്മിഷൻ ലൈനിന്റെ കേസിൽ പെർ യൂണിറ്റ് വാല്യൂ തന്നിട്ടില്ല. ആക്ച്വൽ റിയാക്റ്റൻസ് വാല്യൂ ആണ് തന്നേക്കുന്നത്. അപ്പോൾ ട്രാൻസ്മിഷൻ ലൈനിന്റെ കേസാണ് നമുക്കിനി കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. റിയാക്റ്റൻസ് ഓഫ് ട്രാൻസ്മിഷൻ ലൈൻ. അപ്പം അതിൽ ആക്ച്വൽ റിയാക്റ്റൻസ് തന്നിട്ടുണ്ട് ഇസ് ഈക്വൽ ടു 100 ohms. അപ്പം നിങ്ങൾ യൂണിറ്റ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഓംസിലാണ് തന്നേക്കുന്നത്. ആക്ച്വൽ ടോട്ടൽ റിയാക്റ്റൻസ് ആണ്, പെർ യൂണിറ്റ് വാല്യൂ അല്ല. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യാം, നമുക്ക് വേണ്ടത് പെർ യൂണിറ്റിലാണ്. ബാക്കി എല്ലാം പെർ യൂണിറ്റ് വരയ്ക്കുമ്പോൾ ഇത് നമുക്ക് ഓംസിൽ കാണിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇതിനെയും പെർ യൂണിറ്റിലാക്കുക. പെർ യൂണിറ്റ് റിയാക്റ്റൻസ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി, പെർ യൂണിറ്റ് റിയാക്റ്റൻസ് ഇസ് ഈക്വൽ ടു ആക്ച്വൽ റിയാക്റ്റൻസ് ഡിവൈഡഡ് ബൈ ബേസ് വാല്യൂ. ഓക്കെ, അതിൽ ആക്ച്വൽ റിയാക്റ്റൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ഇനി ബേസ് വാല്യൂ ഓഫ് റിയാക്റ്റൻസ് മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. സോ ബേസ് റിയാക്റ്റൻസ് അല്ലെങ്കിൽ ബേസ് ഇമ്പിഡൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. ബേസ് ഇമ്പിഡൻസിൻ്റെ
ഇക്വേഷൻ ഓൾറെഡി നമ്മൾ തന്നിട്ടുള്ളതാണ്. ബേസ് കെ വി ദ ഹോൾ സ്ക്വയർ ബൈ ബേസ് എം വി എ. അതാണ് ബേസ് ഇമ്പിഡൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഇനി ട്രാൻസ്മിഷൻ ലൈൻ എവിടെയാണ് വരുന്നതെന്ന് നോക്കാം. ട്രാൻസ്മിഷൻ ലൈൻ എവിടെയാണ് വരുന്നത്, അവിടുത്തെ ബേസ് കെ വിയും ബേസ് ഇമ്പിഡൻസും നോക്കാം. ട്രാൻസ്മിഷൻ ലൈൻ വരുന്ന സെക്ഷനിലെ ബേസ് കെ വി എന്ന് പറയുന്നത് നമ്മളിവിടെ ഓൾറെഡി ഇവിടെയാണ് ട്രാൻസ്മിഷൻ ലൈൻ വരുന്നത്. സോ ആ സെക്ഷനിലെ ബേസ് കെ വി നമുക്കറിയാം 145.2 ആണ്. സോ ബേസ് കെ വിക്ക് വരെ 145.2 കൊടുക്കുക. സ്ക്വയർ ഉണ്ട്. ബേസ് എം വി ഓൾവേസ് 90 ആണ്. ഫസ്റ്റ് ഫിക്സ് ചെയ്ത വാല്യൂ തന്നെയാണ് എപ്പോഴും വരുന്നത്. സോ ഡിവൈഡ് ബൈ 90. അപ്പോൾ ഈ ബേസ് കെ വി മാത്രം ശ്രദ്ധിച്ചു കൊടുത്താൽ മതി. അപ്പോൾ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 234.26 234.26 ഓംസ് എന്നാണ് ബേസ് ഇമ്പിഡൻസ് കിട്ടുന്നത്. അപ്പോൾ ആക്ച്വൽ വാല്യൂം ബേസ് വാല്യൂ അറിയാമെങ്കിൽ നമുക്ക് പെർ യൂണിറ്റ് വാല്യൂ ഇത് കിട്ടി. ഇതുകൊണ്ട് പെർ യൂണിറ്റ് റിയാക്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. പെർ യൂണിറ്റ് റിയാക്റ്റൻസ് ഇസ് ഈക്വൽ ടു ആക്ച്വൽ വാല്യൂ എത്രയാണ്, 100 ഓംസ് ആണ്. ബേസ് വാല്യൂ എന്ന് പറയുന്നത് 234.26 ഓംസ് ആണ്. സോ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 0.427 പെർ യൂണിറ്റ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ആക്ച്വലി പെർ യൂണിറ്റ് വാല്യൂൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിക്കുന്നത്. ബാക്കി എല്ലായിടത്തും ഓൾറെഡി തന്നേക്കുന്ന പെർ യൂണിറ്റ് നമ്മൾ ട്രാൻസ്ഫോം ചെയ്താണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എല്ലാ കമ്പോണൻസിൻ്റെയും റിയാക്റ്റൻസ് വാല്യൂ കിട്ടി. ഇനി ഇത് നമ്മൾ ഫിഗർ വെച്ചിട്ട് റിയാക്റ്റൻസ് ഡയഗ്രാം വരച്ച് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ നമ്മൾ ഇനി റിയാക്റ്റൻസ് ഡയഗ്രാം വരയ്ക്കാം. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് സിംഗിൾ ലൈൻ ഡയഗ്രത്തിൽ നിന്ന് റിയാക്റ്റൻസ് ഡയഗ്രാം വരയ്ക്കാനായിട്ട്. ജനറേറ്റർ കാണിക്കാനായിട്ട് അതിൻ്റെ EMF കാണിക്കാം, then അതിൻ്റെ പെർ യൂണിറ്റ് റിയാക്റ്റൻസ് കാണിക്കാം. ഇനി അതിൻ്റെ കൂടെ സീരീസ് ആയിട്ട് നമുക്ക് ട്രാൻസ്ഫോമർ 1ൻ്റെ പെർ യൂണിറ്റ് റിയാക്റ്റൻസ്, ട്രാൻസ്മിഷൻ ലൈനിൻ്റെ പെർ യൂണിറ്റ് റിയാക്റ്റൻസ്, എഗെയിൻ ട്രാൻസ്ഫോമർ 2ൻ്റെ പെർ യൂണിറ്റ് റിയാക്റ്റൻസ്. പിന്നെ M1 M2 പാരലാണ്. സോ M1ൻ്റെ റിയാക്റ്റൻസ് അതിൻ്റെ EMF, M2ൻ്റെ റിയാക്റ്റൻസ് അതിൻ്റെ EMF. ഇതാണ് ആക്ച്വൽ റിയാക്റ്റൻസ് ഡയഗ്രാം. സോ ഇത് T1, ഇത് ലൈൻ, ഇത് T2, ഇത് G, M1 M2. ഇത് EG എന്നോ E1 E2 എന്ത് പേരെങ്കിലും കൊടുത്താൽ മതി. ഇനി എൻ്റെ എല്ലാം വാല്യൂസ് മാർക്ക് ചെയ്യാം. ജനറേറ്ററിൻ്റെ വാല്യൂ കിട്ടിയത് 0.25 ആണ്. ട്രാൻസ്ഫോമർ 1ൻ്റേത് 0.0446 പെർ യൂണിറ്റ്. ലൈനിൻ്റെ കിട്ടിയത് 0.427 പെർ യൂണിറ്റ് ആണ്. അടുത്തത് 0.031 പെർ യൂണിറ്റ്. മോട്ടർ 1 ആണെങ്കിൽ 0.223 പെർ യൂണിറ്റ്. മോട്ടർ 2 ആണെങ്കിൽ 0.279 പെർ യൂണിറ്റ്. അപ്പോൾ ഇങ്ങനെ വാല്യൂസ് മാർക്ക് ചെയ്യാം. ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഇതെല്ലാം റിയാക്റ്റൻസ് വാല്യൂ ആണ്. സോ Z is equal to R plus J X എന്ന് പറയുന്നതിൽ X വാല്യൂസ് ആണ് ഇവിടെ എഴുതിയേക്കുന്നത്. R നമ്മൾ നെഗ്ലക്റ്റ് ചെയ്തേക്കാണ്. അപ്പോൾ X എഴുതുമ്പോൾ അതിൻ്റെ കൂടെ എപ്പോഴും നമ്മൾ J കൂടി വെച്ച് റെപ്രസെൻറ്റ് ചെയ്യണം. അതുകൊണ്ട് ഇവിടെ റിയാക്റ്റൻസ് വാല്യൂ എഴുതുമ്പോൾ എല്ലാം J കൂടി ചേർത്ത് വേണം റെപ്രസെൻറ്റ് ചെയ്യാൻ. നമ്മൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്സ് മാത്രമാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം J വാല്യൂസ് ആണ്. ഇതാണ് ഫൈനൽ റിയാക്റ്റൻസ് ഡയഗ്രാം. ഇത് നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് വരയ്ക്കാനാണെങ്കിൽ G T1 ലൈൻ, T2, അത് കഴിഞ്ഞിട്ട് M1 M2, ഇങ്ങനെയും വരയ്ക്കാം. ഇങ്ങനെ വരച്ചിട്ട് മാർക്ക് ചെയ്യാം. അപ്പം ഇങ്ങനെ വരച്ച് നമുക്ക് ഫോൾട്ട് അനാലിസിസിൽ സൊല്യൂഷൻ ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇതേ ഫിഗർ തന്നെ ഒന്നുകൂടെ മാറ്റി വരച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഈ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ. അപ്പോൾ ഇത് നല്ലപോലെ നോക്കുക, സ്വന്തമായിട്ട് സോൾവ് ചെയ്യുക. ചെയ്തതിന് ശേഷം ഞാനൊരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ തരുന്നുണ്ട്, അതും കൂടി സോൾവ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം നെക്സ്റ്റ് ക്ലാസ്സിൽ വരാൻ.